ഹായ് ഹലോ, നമുക്കിന്നൊരു ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കിയാലോ? എല്ലാ സ്കിന്ന് ടൈപ്പുകാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം, നമ്മുടെ വീട്ടിലുള്ളവ ഉപയോഗിച്ച് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് ഓയിൽ. എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും, കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. ഇത് വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നൊരു ടൈപ്പാണ് കേട്ടോ. അതിനെ നമ്മൾ കഴുകി വൃത്തിയാക്കി 4 ക്യാരറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മുടെ ആവശ്യാനുസരണം എടുക്കാം. അപ്പോൾ ഓയിലും കൂട്ടേണ്ട വരും കേട്ടോ. അപ്പം നമ്മളത് കഴിഞ്ഞിട്ട് പച്ചമഞ്ഞൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ക്യാരറ്റ് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. വെള്ളം ഒരു തുള്ളി പോലും ചേർക്കില്ല, കാരണം അരയ്ക്കുമ്പോൾ ഒത്തിരി വെള്ളം കാണും. എന്നിട്ട് കട്ടിയുള്ളൊരു പാത്രം എടുത്ത് അതിലോട്ട് നമ്മൾ ഈ ശുദ്ധമായി, ഞാൻ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് വാങ്ങിച്ചേക്കുന്നത്, അതൊഴിക്കുക. അത് 1 ലിറ്ററാണ് ഒഴിച്ചേക്കുന്നത്. അതിലോട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ പേസ്റ്റ് ചേർത്തും പിന്നെ നമ്മുടെ ഈ പച്ചമഞ്ഞളും കൂടെ അതിലോട്ട് നമ്മൾ ചേർക്കുക. എന്നിട്ട് നമ്മൾ കൈ വിടാതെ തീ സിമ്മിലാക്കി നന്നായിട്ട് ഇളക്കണം. കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കണം. അപ്പം തന്നെ, കാരണം ഈ ക്യാരറ്റിൽ നന്നായിട്ട് വാട്ടറുണ്ട്, അത് മൊത്തം അബ്സോർവ് ചെയ്ത് നമുക്ക് ഓയിൽ ടൈപ്പ് ആക്കണം. അപ്പം നന്നായിട്ട് കുറുകും ഇത്. അതുകൊണ്ട് കൈ എടുക്കാതെ അങ്ങനെ സിമ്മിലാകണം. അപ്പോൾ ഏകദേശം അതിൻ്റെ കളർ ചേഞ്ചിങ് വരുന്നതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഇത് കളർ ചേഞ്ചിങ് ആവും. അപ്പം നമ്മളിങ്ങനെ ഊറ്റി നോക്കണം, ആയിട്ടുണ്ടോ. ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത്, ഒരു തുണി എടുക്കുക, അത് ജസ്റ്റ് ഈ എണ്ണയിലൊന്ന് മുക്കുക. വൃത്തിയുള്ള തുണിയായിരിക്കണം. ഇത് കത്തിച്ച് നോക്കണം. അപ്പം പൊട്ടുവാണെങ്കിൽ, ഈ പൂത്തിരിയൊക്കെ കത്തുന്ന പോലെ പൊട്ടുവാണെങ്കിൽ അതിൽ എണ്ണയുണ്ട്. ആ സമയത്ത് അത് പൊട്ടിയിട്ടില്ല, നന്നായിട്ട് കത്തുവാണെങ്കിൽ അതിൽ എണ്ണയില്ല. പക്ഷെ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഏകദേശം ഈ ഒരു പരുവമാകും കേട്ടോ. അപ്പം നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു രാത്രി ഫുള്ള് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിറ്റേന്ന് രാവിലെ നമ്മൾ നല്ല വൃത്തിയുള്ളൊരു കോറത്തുണി എടുക്കുക. അതിലോട്ട് നന്നായിട്ട് പിഴിഞ്ഞ്, നമ്മുടെ മാക്സിമം ശക്തിയിൽ നമ്മൾ പിഴിഞ്ഞ് ആ ഓയിൽ ഫുള്ളും എടുക്കുക. അപ്പം നമ്മളിവിടെ ഒരു കുപ്പിപ്പാത്രമാണ് എടുത്തേക്കുന്നത് കേട്ടോ. അതിലോട്ടാണ് നമ്മൾ നന്നായിട്ട്, പിന്നെ നമുക്കിത് അളവറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ എടുത്ത ഓയിലിൻ്റെ ആ കുപ്പി അടുത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്, കാരണം അതിലോട്ട് നമുക്ക് ഒഴിച്ച് നോക്കണമല്ലോ. അതുകൊണ്ട് ഇത് ഒഴിക്കുമ്പോഴും ഇത് എടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട, ഈ എടുക്കുന്ന പാത്രങ്ങളിലൊന്നും ഒരു തുള്ളി വെള്ളം കാണരുത് കേട്ടോ. വെള്ളം പറ്റി ഉണ്ടെങ്കിലും തുടച്ചെടുക്കണം, കാരണം പെട്ടെന്ന് എണ്ണ കനയ്ക്കാനായിട്ട് ഭയങ്കര ചാൻസ് കൂടുതൽ. അതുകൊണ്ട് നമ്മൾ അതുപോലെ ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ എടുക്കണം. എടുത്തു കഴിയുമ്പം, ഇതിപ്പം നമ്മൾ ആ വാങ്ങിച്ച എണ്ണ തന്നെ, അതൊരു പ്ലാസ്റ്റിക്കാണ്, പക്ഷേ എപ്പോഴും ഈ ചില്ലിൻ്റെ കുപ്പിയിൽ സൂക്ഷിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. എണ്ണയൊക്കെ ആകുമ്പോൾ നല്ലത് അതിൽ സൂക്ഷിക്കാനാണ്, നമുക്ക് ഉപയോഗിക്കുമ്പോഴും അതിന് സൂക്ഷിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സ്കിൻ ടൈപ്പ്, ബോഡി ടൈപ്പ് ഓയിലൊക്കെ എപ്പോഴും അങ്ങനെ ആയിരിക്കും നല്ലത്. അങ്ങനെ അമ്മ നന്നായിട്ട് പിഴിഞ്ഞെടുക്കും കേട്ടോ. ഞാൻ കുറേ പിഴിഞ്ഞു, എനിക്ക് കൈ വേദനിച്ചപ്പോഴത്തേക്കാണ് അമ്മ അത് പിഴിഞ്ഞെടുക്കുകയാണ്. ഏകദേശം ഈ ഒരു പരുവം, ഇതതിൻ്റെ പിഷിടാണ് കേട്ടോ. ഇത് കരിഞ്ഞതല്ല, ഈ ഒരു പരുവം കണ്ട. അതിനകത്ത് നമ്മുടെ മഞ്ഞളും എല്ലാം, നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മഞ്ഞൾ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് നല്ല ഇതാണ്, വേറെ അതിനകത്തൊന്നും ചേരുന്നില്ല. പിന്നെ ഫുള്ളും വടിച്ചെടുക്കുക, ഒരു തുള്ളി പോലും കാണില്ല. കാരണം ഒരു തുള്ളി പോലും ഞങ്ങളിത് ഫുള്ളും വടിച്ചെടുത്ത് ഈ കുപ്പിയിലോട്ട് ആക്കിയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഏകദേശം ഇതാണ് ഇതിൻ്റെ അവസാനത്തെ ഫൈനൽ സ്റ്റേജ് എല്ലാം കൂടെ ഉള്ളത്. ലാസ്റ്റ് നമുക്ക് ഏകദേശം 1 ലിറ്റർ കുപ്പി, നമ്മൾ ഒരു ഫുള്ള് വെളിച്ചെണ്ണ 400 രൂപയ്ക്ക് വാങ്ങിച്ച വെളിച്ചെണ്ണ കേട്ടോ. അത് നമുക്ക് കിട്ടിയേക്കുന്നത് ഇത്രയുമാണ്. ഇത്രയേ കിട്ടത്തുള്ളൂ, കാരണം നമുക്ക് അതുകൊണ്ട് നമ്മളത് നന്നായിട്ട് കൈവിടാതെ എടുക്കണം. ഒരു തുള്ളി നിലത്ത് പോയാൽ അതിനുള്ളതും വേണം, കാരണം നമ്മൾ ഈ ക്യാരറ്റിനകത്ത് നല്ല വാട്ടറുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇതെല്ലാ സ്കിന്നുകാർക്കും എപ്പോഴും ഉപയോഗിക്കാം. കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ഉപയോഗിക്കുവാണെങ്കിൽ, പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുകാർക്ക് നല്ലതായിരിക്കും. കുഞ്ഞുമക്കൾക്ക് ഉപയോഗിക്കാൻ നല്ലതാണ്. അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ 3 ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കിയ എൻ്റെ ഈ ചെറിയ ചാനലൊന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂട്ടാക്കുക.